നമസ്കാരം. നിരവധി ജനകീയ വിഷയങ്ങൾ ഇടപെടാനും ഇടപെട്ട വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കാനും ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ എന്ന പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ ഇടപെട്ടൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലത്തെ കുടിവെള്ള പൈപ്പുകളുടെ ചോർച്ച പരിഹരിച്ചു. കുന്നമംഗലം ടൌണിലും സമീപ പ്രദേശങ്ങളുമായുള്ള ചോർച്ചയാണ് പരിഹരിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ ലക്ഷക്കണക്കിന് ലിറ്റർ പാഴാക്കുന്നത് ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ ചോദിക്കാനെന്ന പരിപാടിയിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനീഷ, നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങളിൽ നിരവധി നമ്മൾ ഇടപെടുന്നുണ്ട്. അതിന് കൃത്യമായി പരിഹരിക്കാനും ന്യൂസ് 18 പ്രത്യേകിച്ചും ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ നമ്മുടെ പരിപാടിക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇടപെട്ട വിജയിപ്പിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾക്ക് ആദ്യം പറയേണ്ടത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, പുറമേ നിന്ന് നോക്കിയാൽ ഈ റോഡിൽ പൈപ്പുകൾ പൊട്ടിക്കിടക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ്. പക്ഷേ ഓരോ ദിവസവും ഈ പൈപ്പിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് ഏതാണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ പൈപ്പുകളിലൂടെയും പൊട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒപ്പം കൊടും വേനലിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നാട്ടുകാർ നെട്ടോട്ട് ഓടുന്ന ഒരു സാഹചര്യം. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഞാനിവിടെ ചോദിക്കാനിലൂടെ ഈ കുന്നമംഗലം മേഖലയിലെ ജനങ്ങളുടെ ദൈന്യത, പ്രത്യേകിച്ചും വഴിനീളം പൊട്ടിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ, അതിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം, ഒപ്പം പ്രധാന പാതയിൽ വയനാട് പാതയിലൊക്കെ റോഡ് മധ്യത്തിൽ ഇത് പൊട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ഭീഷണിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചോദിക്കാനിലൂടെ നാട്ടുകാരെ പങ്കുവച്ചത്. ഒപ്പം ഒരു തുള്ളി വെള്ളം പോലും കടന്നു വരാത്ത മേഖലകൾ, ആ മേഖലയിലേക്കുള്ള പൊട്ടലാണ് ആ ജനങ്ങളെ ഏറ്റവും വലയ്ക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായിരിക്കുന്നു. മാസങ്ങളോളം ജനങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് പോലും നടപടിയില്ലാത്ത കാര്യമാണ്. നമ്മൾ വാർത്തയാക്കി പുറത്തു കൊണ്ടുവന്നതോടുകൂടി ജനങ്ങളുടെ വികാരം പുറത്തു വന്നതോടുകൂടി അവർ ഇടപെടുകയും കുന്നമംഗലം ടൗണിലെ സമീപപ്രദേശങ്ങളിലെ എല്ലാം പൈപ്പുകളുടെ പൊട്ടലും മാറ്റിയിരിക്കുന്നു. ചോർച്ച മുഴുവൻ പരിഹരിച്ചിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കേവലം കുന്നമംഗലത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കോഴിക്കോടിൻ്റെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ പാഴാകുന്നു. ഇത് അധികൃതരോട് പലതവണ നാട്ടുകാർ പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയും നിലവിലുണ്ട്. എന്തായാലും കനത്ത വേനലിൽ ഒരുറ്റുനീരിനായി 10,000 വലയുമ്പോഴും കണ്ണിൻ മുന്നിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്ന വാർത്ത ആദ്യം കൊണ്ടുവന്നത്, ആദ്യം പുറത്തെത്തിച്ചത് ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ ചോദിക്കാനാണ്. ഇതിന്റെ പരിഹാരവും ഞങ്ങൾ തന്നെ മുന്നിലെത്തിച്ചിരിക്കുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിനിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.